അമേരിക്ക വിസ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇത് പ്രധാനമായും രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണ്. വിദേശ പൗരന്മാരെ അമേരിക്കയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കും. വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർ വിസയിൽ വരുന്നവർക്കും ഇത് ബാധകമായിരിക്കും. പുതിയ നിയമം അനുസരിച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിക്കും. 2025 ജൂൺ 23 മുതൽ ഇന്ത്യയിലെ അമേരിക്കൻ എംബസി ഒരു അറിയിപ്പ് നൽകി. FMJ എന്നീ വിസകൾക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കാക്കി വെക്കണം. ഇത് വിസ നൽകുന്നതിന് ആവശ്യമായ പരിശോധനകൾക്ക് വേണ്ടിയാണ്. F വിസ എന്നാൽ അക്കാദമിക് വിദ്യാർത്ഥികൾക്കുള്ളതാണ്. M വിസ തൊഴിൽപരമായ കോഴ്സുകൾ പഠിക്കാൻ വരുന്നവർക്കും J വിസ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്ക് വരുന്നവർക്കുമുള്ളതാണ്. അപേക്ഷകരുടെ ഓൺലൈൻ വിവരങ്ങൾ പൂർണ്ണമായി പരിശോധിക്കും. സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതല്ല ഈ പരിശോധന. കോൺസുലാർ ഉദ്യോഗസ്ഥർ അനുയോജ്യമായ സെർച്ച് എഞ്ചിനുകൾ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ഉറവിടങ്ങൾ ഉപയോഗിച്ച് അപേക്ഷകരെക്കുറിച്ച് അന്വേഷിക്കും. ഏകദേശം 20 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉപയോഗിച്ച ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ലിങ്ക്ഡിൻ, റെഡിറ്റ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ്, ടംബ്ലർ, വെബോ, ഡൗബാൻ തുടങ്ങിയവ ഇതിൽപ്പെടും. 2019 മുതൽ തന്നെ വിസക്ക് അപേക്ഷിക്കുമ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. വിസ നൽകുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ വിസയും ഒരു രാജ്യസുരക്ഷാ തീരുമാനമാണ് എന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും. അമേരിക്കൻ പൗരന്മാരോട് ശത്രുതാ മനോഭാവമുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിക്കും. അതുപോലെ അമേരിക്കയുടെ സംസ്കാരം, സർക്കാർ സ്ഥാപനങ്ങൾ, തത്വങ്ങൾ എന്നിവയോട് എതിർപ്പുള്ളവരെയും കണ്ടെത്തും. 2025 ഏപ്രിൽ 9 മുതൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അപേക്ഷകരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ, ജൂത വ്യക്തികളെ ശാരീരികമായി ഉപദ്രവിക്കൽ തുടങ്ങിയ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുള്ള കാരണമായി കണക്കാക്കും. ജൂതവിരുദ്ധ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരെയും തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തും. തീവ്രവാദികൾക്ക് സഹായം നൽകുന്നവരെയും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കും. ഹമാസ്, പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ്, ഹസ്ബുള്ള, ഹൂദീസ് തുടങ്ങിയ സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. ചില രാജ്യങ്ങൾക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനം 2025 ജൂൺ 9 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇതനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ, ബർമ, ചാഡ്, കോങ്കോ, ഇക്വറ്റോറിയൻ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ 12 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നത് പൂർണ്ണമായി നിർത്തിവെച്ചു. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനിസ്വേല എന്നീ 7 രാജ്യങ്ങൾക്ക് ഭാഗികമായ നിയന്ത്രണങ്ങളുമുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ കൂടുതൽ ശ്രദ്ധയോടെ പരിശോധിക്കും. അല്ലെങ്കിൽ ചില വിസകൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തും. സ്ഥിരമായി താമസിക്കുന്നവർക്കും നിലവിൽ വിസയുള്ളവർക്കും ചില പ്രത്യേക വിസയുള്ളവർക്കും ഈ നിയമം ബാധകമല്ല. അതുപോലെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്നവരെയും ഒഴിവാക്കും. ഈ യാത്രാ നിരോധനം ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കില്ല. എല്ലാ വിസകളും ഇന്ത്യക്കാർക്ക് തുറന്നു ലഭിക്കും. വിദ്യാർത്ഥികളുടെ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. എന്നാൽ 2025 മെയ് മാസത്തിൽ ഇത് പുനരാരംഭിച്ചു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് കൂടുതൽ പരിശോധനകൾ ഉണ്ടാവും. അതുകൊണ്ട് വിസ കിട്ടാൻ കൂടുതൽ സമയമെടുത്തേക്കാം. FMJ വിസകൾക്ക് അപേക്ഷിക്കുന്നവർ അതത് എംബസി വെബ്സൈറ്റുകൾ പരിശോധിക്കുന്നത് നല്ലതാണ്. വിസ നൽകുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ട് അപേക്ഷകൾ പരിഗണിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. വിദേശത്ത് ജനിച്ച് അമേരിക്കയിൽ മെഡിക്കൽ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ വരുന്ന ഡോക്ടർമാർക്ക് എക്സ്ചേഞ്ച് വിസകൾക്ക് മുൻഗണന നൽകും. അതുപോലെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളിൽ 15% താഴെ മാത്രമാണ് വിദേശ വിദ്യാർത്ഥികൾ ഉള്ളതെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്നവർക്കും മുൻഗണന നൽകും. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പബ്ലിക്കാക്കണമെന്ന നിയമം പലരെയും ആശങ്കയിലാക്കുന്നുണ്ട്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് ചിലർ പറയുന്നു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുമെന്നും കഴിവുള്ള ആളുകൾ അമേരിക്കയിലേക്ക് വരുന്നത് കുറയ്ക്കുമെന്നും വിമർശകർ പറയുന്നുണ്ട്. വിസക്ക് അപേക്ഷിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പബ്ലിക്കാക്കി വെക്കുക. വിസ അപേക്ഷയിലെ വിവരങ്ങളും ഇൻ്റർവ്യൂവിലെ ഉത്തരങ്ങളും സോഷ്യൽ മീഡിയയിലെ വിവരങ്ങളും തമ്മിൽ ഒത്തുപോകണം. അമേരിക്കയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പഴയ പോസ്റ്റുകളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അക്കൗണ്ടുകൾ പബ്ലിക്കാക്കാതിരുന്നാൽ അത് വിവരങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നതായി കണക്കാക്കാം. ഇത് വിസ നിഷേധിക്കാൻ കാരണമായേക്കാം. അമേരിക്കൻ വിസ ലഭിക്കുക എന്നത് ഒരു അവകാശമല്ലെന്നും ഒരു പ്രത്യേക പരിഗണനയാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമങ്ങൾ ലംഘിച്ചാൽ വിസ റദ്ദാക്കാനുള്ള അവകാശം അധികാരികൾക്കുണ്ട്. ഈ പുതിയ നിയമങ്ങൾ ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നതാണ്. രാജ്യസുരക്ഷ ഉറപ്പാക്കുവാനാണ് ഇതിൻ്റെ ലക്ഷ്യം. അമേരിക്കൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും അവർ പറയുന്നു. പുതിയ വിസ നിയമങ്ങൾ വിദേശ പൗരന്മാരെ കൂടുതൽ ശ്രദ്ധയോടെ വിലയിരുത്തുന്നതിനുള്ള ഒരു മാറ്റമാണ്. ഓൺലൈൻ സ്വഭാവവും രാഷ്ട്രീയപരമായ ബന്ധങ്ങളും സുരക്ഷാ ഭീഷണിയായാണ് കണക്കാക്കുന്നത്. ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ അന്താരാഷ്ട്ര യാത്രക്കാർ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരുടെ ഡിജിറ്റൽ വിവരങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.